പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ ഭാവം പരിഹരിക്കുന്നതിനായി ദൈവം എല്ലാവരും പ്രാർത്ഥിച്ചാണ്. നമ്മളെല്ലാവരും പിതാമാത്രമായി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഭാശത്വം പ്രാർത്ഥിക്കും. നല്ല പ്രഭാതത്തിന് നന്ദിയോടെ എല്ലാവിധമായ ബന്ധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും കുടുംബമായി തിരിച്ചറിഞ്ഞ സംഘടിപ്പിക്കുന്നു. മാതാപിതാക്കളെ തിരിച്ചറിഞ്ഞ സംഘടിപ്പിക്കുന്നു. എല്ലാ നന്മകൾക്കുമായി കഴിഞ്ഞാൽ അതിൽ അടുത്തു നിന്നാൽ നിൽക്കാതെ അടുത്തു നിന്നാൽ ഒരു സന്തോഷമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, പ്രിയ ദൈവമക്കളെ, ഇവിടെ സ്നാന ശുശ്രൂഷ നടക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ് സ്നാനം. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം. അതിനായിട്ട് പ്രിയ തമ്മില് ഇന്ന് ദൈവത്തിന് തീരുമാനമെടുത്ത് ഒരുങ്ങി വന്നിരിക്കുകയാണ്. കർത്താവിനോട് ചേരുവാൻ ആർക്കെങ്കിലും സ്നാനമേൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പറയുന്ന രക്ഷാദിവസം പിതാവിന് സുപ്രസാദ കാലം. അതുകൊണ്ട് ഇതുപോലൊരു അവസരം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഭാഗ്യമാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചോ ദൈവത്തിന് ശ്രദ്ധിക്കാട്ടെ. അറിയാമല്ലോ കർത്താവ് ആ ഭാഗ്യമൊരു കൊടുത്തതിനെ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ദൈവജനം പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ കാര്യത്തിൽ അനുവാദമാണ്. തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതിനാധാരമായി ചില വേദഭാഗങ്ങൾ നിയോഗിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ വായിച്ച് നമ്മെ കേൾപ്പിക്കുമല്ലോ. റോമാലേഖനം 6-ാം അധ്യായം 2-3-4 വാക്യങ്ങൾ വായിക്കുന്നു. പാപസംബന്ധമായി നശിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ
സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന ശേഷം സ്നാനത്താൽ അവളോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ കുറുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനും അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞു. പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം സമ്മതിച്ചു. സ്നാനമേറ്റുടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ പേര് വരുന്നത് അവൻ കണ്ടു. പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദമുണ്ടായി. ഇത് ദൈവത്തോട് ഈ സ്നാനം ദൈവത്തിന് നീതിയാണ്. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയ്ക്ക് ഒരുക്കമുള്ള, തയ്യാറുള്ള, സമർപ്പണമുള്ള ഹല്ലേലൂയ ദൈവമക്കൾ ഹല്ലേലൂയ സ്നാനത്തിനായി കടന്നു വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെ ശുശ്രൂഷയിലായിരുന്നാട്ടെ. ഹല്ലേലൂയ. പ്രിയ സ്നാനമേൽക്കുവാനായി കടന്നു വന്ന പൈതങ്ങളോടായി ചോദിക്കുന്നു. ഹല്ലേലൂയ. ആറാമ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താടലോകത്തിലേക്ക് കടന്നു വന്ന് കന്യകാമറിയാമിൽ ഹല്ലേലൂയ ജലാവതാരമെടുത്ത് ഹല്ലേലൂയ 33 തിരുവയസ്സ് ഈ ഭൂമിയിൽ ഹല്ലേലൂയ ജീവിച്ച് പൊന്തിയോസ് പീലാത്തോസ് എന്നിവരാൽ നല്ല സ്വീകാര്യം കഴിച്ച് തന്നിൽ വിശ്വസിക്കുന്ന ആശ്രയിക്കുന്ന ബ്രഹ്മന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുമെന്ന് അരുളി ചെയ്ത് താൻ തന്റെ ശരീരത്തിലായിരുന്നപ്പോൾ പാപമൊഴികെ സകലത്തിലും ഹല്ലേലൂയ മനുഷ്യനുല്യം പരീക്ഷയേറ്റ് ഹല്ലേലൂയ ഹല്ലേലൂയ അവസാനമായി തൻ ക്രൂശിൽ കയറി ക്രൂശ് മരണം വഹിച്ച് ഹല്ലേലൂയ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ താൻ വന്നതുപോലെ തിരികെ വരുമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രിയ പൈതലാമരിൽ രക്ഷകനും ഗുരുവുമായി സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. നിന്റെ വിശ്വാസം പരസ്യമായി ഹല്ലേലൂയ ജനത്തിന് മുമ്പാകെ നീ ഏറ്റുപറയുന്നുവോ? ഏറ്റുപറയുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഇതിൽ പൂർണ്ണ ഉറപ്പും വിശ്വാസവും ധൈര്യവും ഉണ്ടോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുമോ? വിശ്വസ്തനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പൈതലെ തീരുമാനത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാലും ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ സാക്ഷിയും വചനത്തിൻ മുദ്രയിന്മേലും ഈ പ്രിയമകന്റെ സാക്ഷിയുടെ അടിസ്ഥാനത്തിലും ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മരണപര്യന്തം
വീണ്ടും വിശുദ്ധനായിരിക്കാം, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. കോടാനുകോടി വിശുദ്ധന്മാരുടെ പേര് വിളിക്കുമ്പോൾ ഈ പേരും കാണപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. രക്തം കൊണ്ടു രക്തം കൊണ്ടു ഭൂതലം നിറയ്ക്കുന്നേ, ഭൂതലം നിറയ്ക്കുന്നേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശുനാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാമത്തിനു ജയം ജയം എപ്പോഴും. വിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, അത് യേശുവിന്റെ നാമം മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട് എന്ന് ആർക്കെങ്കിലും ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ഉറപ്പും തീരുമാനമുണ്ടെങ്കിൽ വെള്ളം ഇവിടെയുണ്ട്, സ്നാപകൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ദൈവസഭയുടെ സാക്ഷ്യം ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവസരമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്ത ആർക്കും ആ കാഹളനാദത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആരെങ്കിലും ഹല്ലേലൂയ തങ്ങളെ തന്നെ വചനം കേട്ട് ശ്രമിക്കാതെ ഈ ശുശ്രൂഷയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും അവസരമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആരും ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇവിടെയില്ല എങ്കിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാ കണ്ണുകളും ദിവസം നടന്നിരിക്കട്ടെ. ഈ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹിക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്ത് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹിച്ചു തന്ന കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാതെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം കർത്താവ് നിന്റെ സന്നിധിയിൽ വരുവാൻ തന്നെ കൃപയ്ക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. ഇന്ന് കർത്താവേ സ്വർഗ്ഗത്തിൽ കർത്താവേ ഒരു പേര് കൂടെ എഴുതപ്പെട്ട കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ ഈ ജ്ഞാന ശുശ്രൂഷയെ നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ ജ്ഞാനത്തെ നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ജ്ഞാനപ്പെടുത്തിയ കർത്താവിന്റെ ശുശ്രൂഷനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സമയം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുതിയ ആത്മാക്കൾ കർത്താവേ ഈ ജ്ഞാനത്തിലേക്ക് നീ കടന്നു വരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേകം കർത്താവ് ഈ ഈ ലോകത്തിന്റെ കർത്താവേ ഈ ലോകത്ത് നിൽക്കുവാൻ കർത്താവേ ഈ ബലപ്പെടുത്തുന്ന അമലിനെ ബലപ്പെടുത്തുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദിവസങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. മാനവമാത്രമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുയേശുവിന്റെ കൃപയും ആശിച്ചിട്ട് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കാവലും ഉണ്ടായി നാം എല്ലാവരുടെ മേലും ഹല്ലേലൂയ വിശേഷാൽ സ്നാനമേറ്റ പ്രിയ പൈതന്റെ മേലും അതുകൊണ്ട് എല്ലാ ദൈവജനത്തിന്റെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവായ യേശുവിനെ പ്രത്യക്ഷമായിരിക്കുമാറാകട്ടെ. പ്രിയ ദൈവസഭയെ ഹല്ലേലൂയ സ്നാനമേറ്റ വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് സഭായോഗം ഉണ്ടായിരിക്കും. എല്ലാവരും സഭായോഗത്തിലും കർത്താവിന്റെ മേശയിലും പങ്കെടുത്തിട്ട് കടന്നു പോകാമെന്ന് ഓർപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.